ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 2 ശ്ലോകം ഗീതാ വിഷയ സംഗ്രഹം ശ്ലോകം 3. ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ നൈദത്വയ്യുപപദ്യതേ നൈദത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ തെക്തോത്തിഷ്ഠ പരന്തപ ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ നൈദത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കും? ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ നൈദത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ആരെങ്കിലും വായിക്കാം? ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ നൈദത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. പിന്നീട് പുതിയ ബുക്ക് ഒരാളും കൂടി വായിക്കാം. ക്ലൈബ്യം മാസ്മഗമാ പാർത്ഥ നൈദത്വയ്യുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ പരന്തപ. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് വായിച്ചു പോവാം ഒരുമിച്ച്. പാർത്ഥ, ഹേ പാർത്ഥ. ക്ലൈബ്യം, ക്ലൈബ്യത്തെ, നപുംസക ഭാവത്തെ. മാസ്മഗമ, നീ പ്രാപിക്കരുത്. ഏതത്, ഇത്. ക്ലൈബ്യം ത്വയി, നിന്നിൽ. ന ഉപപദ്യത്തെ, യോഗ്യമാവുന്നില്ല. പരന്തപ, ഹേ പരന്തപ. ശത്രുക്കളെ സംഹരിക്കുന്നവനെ. ക്ഷുദ്രം, ക്ഷുദ്രമായ, നിസ്സാരമായ. ഹൃദയ ദൗർബല്യം, ഹൃദയ ദൗർബല്യത്തെ. തെക്വ, ത്യജിച്ചിട്ട്. ഉത്തിഷ്ഠ, ഉത്ഥാനം ചെയ്യുക, എഴുന്നേൽക്കുക. വിവർത്തനം വൈശ്വ. ഹേ പാർത്ഥ, തരം താണ ഈ ആണത്തമില്ലായ്മയ്ക്ക് അധീനനാകരുത്. നിനക്ക് യോജിക്കുന്നതല്ല ഇത്. ശത്രുക്കളെ ജയിക്കുന്നവനെ. ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കും. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കണ്ടത്? അപ്പൊ നമ്മൾ 1-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നത് അർജുനന്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു അല്ലെ. ആദ്യം വളരെ വീറോടെ വന്ന അർജുനൻ, പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു അല്ലെ. അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് 4 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 കാരണങ്ങളാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. 4 കാരണങ്ങൾ നമ്പറിട്ട് അധ്യായം ഓരോ ശ്ലോകത്തിൽ 28 മുതൽ തുടങ്ങി അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തിങ് വാസ് എന്തായിരുന്നു ഓർക്കണ്ടോ? കമ്പാഷൻ ആണ് അല്ലെ. അത് നല്ലതാണോ ചീത്തയാണോ? കമ്പാഷൻ. നമുക്ക് വേണ്ട ഒരു നല്ല ക്വാളിറ്റിയാണോ ചീത്ത ക്വാളിറ്റിയാണോ? നല്ല ക്വാളിറ്റിയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ശശിയേട്ടൻ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ല, അർജുനൻ ചെയ്തതല്ല ശരിയാണ്. നമ്മളാണ് അർജുനൻ അല്ലെ. അപ്പൊ അർജുനൻ പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. കമ്പാഷൻ. ബിക്കോസ് അപ്പുറത്ത് നിൽക്കുന്ന ആരാണ്? നമ്മുടെ ഗുരുജനങ്ങളാണ് അല്ലെ, മുതിർന്നവരാണ്, പിതാമഹനൊക്കെ നിൽക്കുന്നു. അപ്പൊ കമ്പാഷൻ ആണ് ഫസ്റ്റ് തിങ്. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യുന്നു. 2-ാമത്തെ കാര്യം എന്തായിരുന്നു? ലോസ് ഓഫ് എൻജോയ്മെന്റ് ആണ്. എന്താണ്? വിത്തൗട്ട് അല്ലെ, എനിക്ക് രാജ്യം വേണ്ട, വിജയം വേണ്ട, രാജ്യം വേണ്ട,
അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷം എനിക്ക് വേണം. കാരണം ഇവരില്ലാതെ എനിക്കെന്ത്, അല്ലെ, എനിക്കൊരു ഇതില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം ലോസ് ഓഫ് എൻജോയ്മെന്റ്. മൂന്നാമത്തെ ഓർക്കണ്ടോ? സിൻ, അതെ, പാപചിന്തയാണ്, അല്ലെ. കാരണം ഇനി ഇവരെല്ലാം കൊന്നാൽ തലയിൽ പാപം വീഴും. ആ പാപം ഭരിക്കൊണ്ട് ഞാൻ എന്തിനാണ് ഇനി രാജ്യം ഭരിക്കുന്നത്? അപ്പൊ മൂന്നാമത്തെ പാപം. നാലാമത്തെ എന്തായിരുന്നു ഓർക്കുന്നത്? പിണ്ടോദകക്രിയ, അതായത് കുലക്ഷയം. അതായത് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് ആണുങ്ങളെല്ലാം വധിക്കപ്പെടും, പെണ്ണുങ്ങൾ അനാഥരാവും. അപ്പോൾ അതേസമയം അൺവാണ്ടഡ് പ്രൊജനീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, സൊസൈറ്റി നശിക്കും. ആ അൺവാണ്ടഡ് പ്രൊജനീസ് പിൽക്കാലത്ത് ലീഡേഴ്സായി വരും. അവർക്ക് യാതൊരു ക്വാളിറ്റി ഉണ്ടാവില്ല, അവർ പിതൃ കർമ്മങ്ങളൊന്നും ചെയ്യില്ല, പിതൃക്കൾക്ക് മോക്ഷം കിട്ടില്ല, അവരുടെ കേഴ്സ് കിട്ടും. ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ മനുഷ്യ കുലം തന്നെ നശിച്ചു പോകും. ആ ഭയങ്കര ഒരു ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അത്രയും 4 പോയിന്റ് പറഞ്ഞിട്ടാണ് അർജുന് യുദ്ധം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെ. ഈ 4 പോയിന്റ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് നമുക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഇതിനകത്തൊരു ഒബ്ജക്ഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ ഒബ്ജക്ഷൻ? ഉണ്ടോ? ഇല്ല, അല്ലെ. കാരണം അർജുനൻ ഒരു മനുഷ്യനാണ്, നമ്മൾ മനുഷ്യൻ. ഇതെല്ലാം മനുഷ്യസഹജമായ കാര്യം തന്നെ, ഇതിൽ യാതൊരു തെറ്റുമില്ല. ഇനി അതാണ് ഇനിയിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അർജുനൻ ലാസ്റ്റ് എന്ത് ചെയ്തു? ആക്ഷൻ ഒരെണ്ണം നടന്നു. എന്തായിരുന്നു പ്രധാന ഒരു ആക്ഷൻ നടന്നു? ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാന ആക്ഷൻ എന്തായിരുന്നു അറിയൂ? ഗാന്ധീവം, അല്ലെ. ഒരിക്കലും താഴ്ത്തിടാത്ത ഗാന്ധീവം അർജുനൻ, അതാണ് ആക്ഷൻ നടന്നത്. താഴ്ത്തിട്ടിട്ട് തേരിന്റെ നടുക്ക് ഇരുന്നു, അല്ലെ. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ പോട്ടെ അർജുന, സാരല്ല എന്നാണ് പറഞ്ഞത്. അല്ലല്ലോ, എന്താ? ഉദസ്ത കസ്മലമൃതം വിഷമേ സമുപസ്ഥിതം, അല്ലെ. അനാര്യ ജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അനാര്യൻ, അതായത് അതിശക്തമായ ഒരു അറ്റാക്കാണ് കൃഷ്ണൻ ആദ്യം തുടങ്ങുന്നത്, അല്ലെ. അനാര്യൻ, നീ അനാര്യനാണ്. അനാര്യൻ എന്ന് വെച്ചാൽ എനിക്ക് യു ഡോണ്ട് നോ ദാറ്റ് വാല്യൂ ഓഫ് ലൈഫ്. ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത മൂല്യം അറിയുന്നത്, വാല്യൂ ഓഫ് ലൈഫ് അറിയുന്നത്. അപ്പൊ അർജുനൻ അതല്ല. അർജുനൻ ആര്യൻ. അർജുന ആര്യനാണ്. കാരണം അർജുന എല്ലാം അറിയാം, വേദം അറിയാം, യുദ്ധം അറിയാം, എല്ലാം അറിയാം, കർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവും എല്ലാ ശാസ്ത്രവും അറിയാം. പക്ഷെ ആ അർജുനനെ മനഃപൂർവ്വം ഭഗവാൻ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് വിളിക്കുന്നത്, അനാര്യനായ. പിന്നെ അസ്വർഗ്യം, നിനക്ക് അടുത്ത് കിട്ടാൻ പോലെ എന്താണ്? നിനക്ക് നോ എലിവേഷൻ ടു അപ്ലിഫ്റ്റഡ് അല്ലെങ്കിൽ സുപ്പീരിയർ പ്ലാനറ്ററി സിസ്റ്റത്തിലേക്കൊന്നും നീ പോകാൻ പോകുന്നില്ല. ചിലപ്പോ താഴേട്ടായിരിക്കും പോകുന്നത്. അതാണ് അസ്വർഗ്യം, അകീർത്തികരം. പിന്നെ നിനക്ക് യാതൊരു ഫെയിമോ ഒന്നുണ്ടല്ല. നിനക്ക് അറിയാൻ പോകുന്നത് ഇനി അർജുനൻ വില്ലാളി പേരെന്ന് പോലെ യുദ്ധത്തിന് ഓടിപ്പോയി കാട്ടിലേക്ക് പോയ ആളെന്നുള്ള പേരായിരിക്കും വരാറുണ്ട്. ഈ 3 കാര്യങ്ങളാണ്. ഇനി ഭഗവാൻ അവിടെ നിർത്തിയില്ല. ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്ത ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു ലെവലും കൂടി ഒരു ഡോസാണ് അടുത്തത് കൊടുക്കുന്നത്. ക്ലൈബ്യം, ആ വാക്ക് ക്ലൈബ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നപുംസകം എന്ന് വിളി, ആണും പെണ്ണും കെട്ടവനെ എന്നൊക്കെ വിളിക്കുന്നു. അതാണ് ക്ലൈബ്യം. ക്ലൈബ്യം മാസ്മ ഗമ പാർത്ഥ. അപ്പൊ പാർത്ഥ എന്നവിടെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, തെക്തോത്തിഷ്ട പരന്തപ. 2 വിളിയാണ് അവിടെ നടക്കുന്നത് ഭഗവാൻ വിളിക്കുന്നത് അർജുൻ. ഒന്ന് പാർത്ഥ. അപ്പൊ ആദ്യത്തെ വിളിയുടെ കാര്യം എന്താ വെച്ചാല് ക്ലൈബ്യം മാസ്മ ഗമ പാർത്ഥ. നീ ഇങ്ങനെ ഒരു ആണും പെണ്ണും കെട്ട പോലെ ആയല്ലോ പാർത്ഥ, പൃഥയുടെ പുത്ര. പാർത്ഥ എന്ന് വിളിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പലതവണ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പാർത്ഥ എന്ന് കൃഷ്ണൻ അർജുനെ വിളിക്കുന്നത്? എന്തോർമ്മിപ്പിക്കാനാണ് വിളിക്കുന്നത്? പാർത്ഥൻ, പൃഥയുടെ പുത്രൻ. പൃഥ ആരാണ്? കുന്തിയാണ്. കുന്തി ഏതു കുലത്തിലാണ്? ക്ഷത്രിയ കുലത്തിലാണ്. കുന്തി ആരാണ്? കൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെ സിസ്റ്റർ, അല്ലെ. അപ്പോ ആരാണ്? അവരുടെ ഏത് കുലമാണ്? ക്ഷത്രിയ കുലമാണ്. അതായത് ക്ഷത്രിയനാണ് നീ എന്നുള്ള റിമൈൻഡർ ആണ് ആ പാർത്ഥ എന്നുള്ളത്. അല്ല, അർജുന എന്നല്ല വിളിക്കുന്നത്, അല്ലെ, പാർത്ഥ എന്നാ വിളിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇത് വെച്ചാൽ പാർത്ഥ. അപ്പൊ ആദ്യത്തെ ഇത് കൊടുക്കുകയാണ്. ആ ഒരു ഇതാണ് എല്ലാം ഓരോ വാക്കിലൂടെയാണ് ഈ ഇത് പോകുന്നത് മുഴുവനായിട്ട്. ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ കാണാം. അപ്പൊ ഒന്ന് പാർത്ഥയാണ്, ക്ഷത്രിയ എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അടുത്തത് പിന്നെ ഉള്ളത് നൈത തെയ്യുപപദ്യത, ഉപപദ്യത. അതായത് നീ യോഗ്യനാകുന്നില്ല. അതായത് ഒന്ന് നീ ക്ലൈബ്യമാണ്, നീ ഒരു തരം താണ അല്ലെങ്കിൽ ആണത്തമില്ലാത്ത ഒരു കാര്യത്തിലേക്ക് നീ പോയിട്ട് അതിൽ അധീനനാകരുത്. പിന്നെ അടുത്തത് ഉപപദ്യത, നിനക്ക് യോഗ്യമാകുന്നില്ല. മീൻസ് ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ് നിന്റെ ക്യാരക്ടറിന് ഇത് മാച്ച് ആവുന്നില്ല, നിനക്ക് യോഗ്യമാകുന്നില്ല. അതാണ് നൈത
ഉപപയ്യതേ എന്ന് പറയുന്നത്. ഉപപയ്യതേ. അടുത്തത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. കണ്ടീഷൻ, അർജുനന്റെ കണ്ടീഷൻ എന്താണ്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അതായത് എന്താ പറ്റി, ഹൃദയത്തിന് എന്താ പറ്റിയിരുന്നത്? ആ ഒരു കമ്പാഷൻ വന്ന് കയറിയിരിക്കുകയാണ്. അതാണ് ആ പറഞ്ഞത്, ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എനിക്ക് തെക്തോത്തിഷ്ഠ, അതിനെ അതിനെ ത്യജിച്ചിട്ട് ഉത്തിഷ്ഠ, എനിക്കു പരന്തപ, അടുത്ത വിളിയാണ് അവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റിമൈൻഡർ കൊടുത്തു, യു ആർ ഫ്രം ദി ക്ഷത്രിയനാണ്, ക്ഷത്രിയ കുലമാണെന്നുള്ള റിമൈൻഡർ കൊടുത്തിട്ട് ഒരാളെ നമ്മളൊന്ന് ഉത്തേജിപ്പിക്കണ്ടേ. അതാണ് പരന്തപ എന്ന് വെച്ചാൽ ശത്രുക്കളെ, എപ്പോഴും ശത്രുക്കളെ ജയിച്ചിട്ടേ ഉള്ളൂ അർജുനൻ. അതാണ് പരന്തപ എന്ന് വെച്ചാൽ ശത്രുക്കളെ ജയിക്കുന്നതെന്നാണ് പരന്തപയുടെ പേര്. അപ്പൊ അർജുനന്റെ ഒരു പേര് കൂടിയാണ് പരന്തപ, അത് മറക്കണ്ട, അത് ഇനിയും വരും. അപ്പൊ പാർത്ഥനും അർജുനനാണ്, പരന്തപയും അർജുനനാണ്. അർജുനന്റെ ഒരു എന്താ പറയുക വിശേഷണം നമ്മൾ പറയാം. അർജുനനെ വിശേഷിപ്പിക്കുന്നത് പരന്തപ. അപ്പൊ ഭഗവാൻ തന്നെ പറയാണ്. ഭഗവാൻ പറയാന്ന് വെച്ചാൽ അതിൽ നുണയില്ല, നമ്മൾ പറയുന്ന പോലെയല്ല. ഭഗവാൻ പറയുന്ന കാര്യം എപ്പോഴും അച്ചിട്ടതായിരിക്കും. സോ യു ആർ പരന്തപ മീൻസ് ശത്രുക്കളെ. അതിൽ നിന്നുള്ളൊരു ഹിന്റ് കൂടി ഭഗവാൻ കൊടുക്കുന്നത് എന്താണെന്നറിയോ? നീ വന്നാൽ യുദ്ധം ജയിച്ചിരിക്കും, നീ പരന്തപയാണ്, നീ വന്നാൽ നീ അവരെ തോപ്പിച്ചിരിക്കും എന്നുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് ആ വാക്കിനകത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി അനാലിസിസ് എന്താണെന്നുള്ളത് നോക്കാം. അതിനകത്തുള്ളത് ഒന്ന് ക്ലൈബ്യം ഉള്ള വേർഡാണ്. കാരണം അതൊരു കട്ടി വാക്കാണ്. കാരണം ഒരാളെ നമ്മളൊരു ആണും പെണ്ണും കെട്ടവൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ആ ഒരു രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ആ വാക്ക് വരുന്നത് സംസ്കൃതത്തിൽ. പിന്നെ അടുത്തൊരു കാര്യം ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. അതായത് അർജുനൻ രണ്ടാമത്തെ കാര്യം, അർജുനന്റെ നമ്മൾ പറഞ്ഞു, അർജുനൻ ധർമ്മശാസ്ത്രം ഫോളോ ചെയ്യുന്നതുകൊണ്ട് അർജുനൻ കൂടുതലും കമ്പാഷനിലേക്ക് പോയിട്ട് അർജുനന്റെ ഒരു വീക്ക്നെസ് ഓഫ് ഹാർട്ട് അല്ലെ അതെടുത്ത് കാണിച്ചു. അപ്പൊ അതാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നുള്ള പ്രയോഗം അവിടെ വരുന്നത്. അത് നീ ഉപേക്ഷിക്കണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പ്രഭാതര് പർപ്പറ്റിൽ പറയുന്നുണ്ട്. ഇതുണ്ട്, ഒരു ക്ഷത്രിയന്റെ പുത്രൻ പൊരുതാൻ വിസമ്മതിക്കുന്ന പക്ഷം അയാൾ പേരിനു മാത്രമേ ക്ഷത്രിയനാകൂ. ഒരു ബ്രാഹ്മണ പുത്രൻ നീചകർമ്മങ്ങൾ ചെയ്താൽ അയാൾ പേരിന് മാത്രമേ ബ്രാഹ്മണൻ. നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ഇപ്പൊ നമ്മളൊരു ബ്രാഹ്മണനായിട്ട് ജനിച്ചു. ഇപ്പൊ ഒരു കുട്ടി നമ്മളറിയാം ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ജനിച്ചു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ബൈ ബർത്താണ് നമ്മൾ എല്ലാം കണക്ക് കൂട്ടുന്നത്. അത് ശരിയല്ലെങ്കിൽ പോലും പക്ഷെ നമ്മൾ അതിനുള്ള ആ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു. അപ്പൊ നമുക്ക് തോന്നും അതൊക്കെ ഇനി സംഭവ്യമാണ്. യെസ്, പോസിബിൾ. ഇത് സംഭവ്യമാക്കുന്ന ആരാണ്? ഇത് പോസിബിൾ ആക്കുന്ന ആരാണ്? നമ്മളാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആരെയും കാണിക്കാനല്ല, നമ്മുടെ ക്വാളിറ്റിയെ നമ്മൾ എലിവേറ്റ് ചെയ്യും. നമ്മുടെ അവബോധം അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് ലെവല് നമ്മൾ കൂട്ടിയില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഏത് കോൺഷ്യസ്നെസ് ലെവലിൽ നിന്നിട്ടാണോ നമ്മുടെ ജീവാത്മാവ് ഈ ബോഡിയെ ഉപേക്ഷിച്ച് പോകുന്നത്, നമ്മൾ അവിടെ നിന്നും അടുത്ത ആ ഒരു അവസ്ഥയുടെ പ്രോഗ്രസ് അനുസരിച്ചാണ് നമുക്ക് നെക്സ്റ്റ് ബോഡി കിട്ടുന്നത്. അപ്പോൾ 4 ലക്ഷം തരം ഹ്യൂമൻ ആ ടൈപ്പ് ഓഫ് ഇതിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിലിപ്പോ ഏതോ ഒരു ലെവലിലാണ് നമ്മൾ 4 ലക്ഷം എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ലെവലാണ് നമ്മൾ എവിടെയോ നിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ട്രാൻസെൻഡന്റൽ നോളജ് അക്യൂർ ചെയ്യുന്നത്, ഈ അതീന്ദ്രിയജ്ഞാനം അക്യൂർ ചെയ്യുന്നതിന്റെ ലെവല് ആ മനസ്സിലാക്കുന്നതും ഭഗവാനെ മനസ്സിലാക്കുന്നതിന്റെ ലെവൽ അനുസരിച്ചാണ് നമ്മുടെ അടുത്ത ശരീരം. അപ്പൊ നമ്മൾ പോകുന്ന ഒരു അധപ്പതനത്തിന്റെ പാതയിലേക്കാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രോഗ്രഷൻ അതനുസരിച്ച് താഴോട്ടായിരിക്കും നമ്മൾ പോകുക എന്നുള്ള കാര്യം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മളൊരു നേരത്തെ പറഞ്ഞ ഒരു ബ്രാഹ്മണന്റെ, അപ്പൊ നമ്മൾ ഒരു ബ്രാഹ്മണന്റെ കുട്ടിയെ കണ്ടു, പൂലുണ്ട്, എല്ലാം ഉണ്ട്, ഉപനയനമൊക്കെ കഴിയുന്നതാണ്. പക്ഷെ നമ്മൾ കാണുന്ന ആള് ബാറിൽ നിന്ന് നല്ല കള്ളുകുടിക്കുന്നു, നല്ല നോൺ വെജ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അവനെ പേര് ചിലപ്പോ ഒരു നമ്പൂതിരി എന്നൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് അയാളെ ഒരു ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കും ഇല്ല അല്ലെ? നമ്മൾക്ക് ഇപ്പൊ പോലും നമുക്കത് പറ്റില്ല അല്ലെ? നമ്മൾ പറയും നമ്പൂതിരിയാന്നൊക്കെ പറയുന്നു, പക്ഷെ അപ്പൊ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, നമ്പൂതിരിയാണ് അവൻ ഒരു കാരണവശാൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നമുക്കൊരു ഇതുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ജഡ്ജ്മെന്റിന് പോകുന്നത്. ശരിയല്ലേ? അത് കറക്റ്റാണ്. അപ്പോ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യാനല്ല പറയുന്നത്. ബട്ട് ഒരാള് ബ്രാഹ്മണനാകുന്നത് അയാള് കർമ്മം കൊണ്ടാണ്, അല്ലാതെ ജന്മം കൊണ്ടല്ല. അതാണ് ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം. അതുപോലെ തന്നെ ഒരു ക്ഷത്രിയൻ, ഇപ്പൊ അർജുനൻ ഒരു രാജാവാണ്. രാജാവായ അർജുനൻ അവിടെ ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം ഇപ്പൊ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബ്രാഹ്മണന്റെ സ്വഭാവം പ്രകടിപ്പിക്കാൻ ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് ഒരു സന്യസിക്കാൻ പോകുന്നത്
പക്ഷെ അവിടെ അയാൾക്ക് ഒരു പ്രൈം ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? ഒരു രാജാവിന്റെ ഡ്യൂട്ടി ഉണ്ട്, അല്ലെ? ഹി ഷുഡ് ഫൈറ്റ് ഫോർ ദി ധർമ്മ. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ആൾക്കാര്, ഒരു രാജ്യം തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഇല്ല, ഞാൻ അതല്ല ചെയ്യാൻ, എനിക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞില്ല, ആ മുഴുവൻ ആൾക്കാരെ ചതിക്കുന്നതിന് തുല്യമായി മാറുകയാണ്. മാത്രമല്ല ഇയാളെ സംബന്ധിച്ച് പേഴ്സണൽ ആയിട്ട് ഒരു വലിയൊരു ഡൗൺഫോൾ ആണ് വരാൻ പോകുന്നത്, ഒരു അധപ്പതനം തന്നെ സംഭവിക്കും. കാരണം ഈസ് ഡീവിയേറ്റിംഗ് ഫ്രം കർമ്മ. മയ്യർപ്പിത മനോർബുദ്ധി മാമയെ വൈശിച്ചു. അതായത് ഭഗവാൻ എല്ലായിടത്തും പറയുന്നുണ്ട്, അതായത് എന്നിൽ മനസ്സുറപ്പിച്ച് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് എല്ലായിടത്തും പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾക്കൊരു ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഡ്യൂട്ടിയിൽ നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. അത് പ്രൈം തിങ് ആണ്. ഇപ്പൊ നമുക്ക് പലപ്പോഴും ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലായാലും നമ്മുടെ സൊസൈറ്റിയിലായാലും ദർ വിൽ ബി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹർഡിൽസ് വരും, നമുക്ക് മനസ്സും അടുക്കും. ആൾക്കാർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളാണ് നമ്മളെ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരിക്കലും നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകരുത്. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഈഗോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, അതായത് അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഡിഫറെന്റ് സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ ആ മെറ്റീരിയലിസ്റ്റിക് സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ അധപതനത്തിലേക്ക് വിട്ടു. ഇപ്പൊ ഈ കോളേജിലൊക്കെ ഒരു ഇത് വാട്സപ്പിലൊക്കെ കാണാറില്ല, അതായത് ഒരു ഇങ്ങനെയുള്ള ഡൗട്ട് എന്തോ ചോദിക്കുമ്പോൾ ഒരു കുട്ടിയോട് സാറ് പറയും, അധ്യാപകൻ പറയുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാൻ പറയും. എത്ര പിടിക്കാൻ പറ്റുന്നു? പിടിക്കാൻ പറ്റുന്നത്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചോ നിൽക്കും. എത്ര നേരം പിടിക്കാൻ പറ്റും? എത്ര നേരം? പക്ഷെ കുറച്ച് നേരം നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ കഴച്ച് പെയിൻ ആയല്ലേ. പക്ഷെ ആ വെയിറ്റ് കൂടുന്നില്ല, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പയ്യാണ്ടാവും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ വിഷമതകളായാലും ഈഗോ ഇഷ്യൂസ് എല്ലാം. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് പിടിച്ചാൽ കുറച്ചു നേരം പിടിക്കാം, അത് നമുക്ക് താഴ്ത്തി വെക്കാം. പക്ഷെ നമ്മൾ അതൊരു ദിവസം മുഴുവൻ പിടിച്ചാൽ, ഒരു മണിക്കൂർ പിടിച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ പെയിൻ ആയില്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ എത്ര നേരം അത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അത് ഹോൾഡ് ചെയ്യരുത്. നമ്മൾ ആ എത്രയും പെട്ടെന്ന് അതിന്റെ സൊല്യൂഷൻ നമുക്ക് പറ്റില്ലെങ്കിൽ ആ സാധനം അതെങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും? ഈഗോ, അതായത് നമ്മൾ വിട്ടുകളയുക. ഇന്ന് നമ്മളൊരു നെക്സ്റ്റ് ശ്ലോകത്തിലൂടെ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് ലെസൺ അതിൽ പഠിക്കാനും ഉണ്ട്. നമുക്കൊരു ടേക്ക് അവേ പോയിന്റ് ഉണ്ട്, നമ്മളത് പഠിക്കാം. ഇത് ഈ ശ്ലോകം തീർന്നു. അപ്പൊ ഇവിടെ അടുത്ത പോയിന്റ്, ഇവിടെ അർജുനൻ പറയുന്നൊരു കാര്യം. അപ്പൊ ഇവിടെ ഇപ്പോ സോറി, ശ്ലോകം മാറി ബൈബിൾ. അപ്പൊ ഇവിടെ ഒരു കാര്യം വെച്ചാൽ അർജുനൻ ബ്രാഹ്മണപുത്രൻ നീചകർമ്മങ്ങൾ ചെയ്യ അയാൾ പേരിന് ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ പോയിന്റ് അല്ലേ. ഇപ്പൊ ഒരു ബ്രാഹ്മണന്റെ പുത്രനും ക്ഷത്രിയന്റെ പുത്രനും ഒക്കെ അവരവരുടെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അവര് ഒരു കാര്യമില്ല, അവര് വില കുറഞ്ഞ ഇതായിപ്പോ അവരുടെ വാല്യൂ കുറയും. അവരെല്ലാം ശൂദ്രന്മാരായി. നേരത്തെ പറഞ്ഞു ശൂദ്രനായിട്ട് കണക്കൂട്ടും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ അവബോധം ലെവലാണ്, കാസ്റ്റ് ഇതിലല്ല പറയുന്നത് കേട്ടോ. ശൂദ്രൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ശൂദ്രരാണ് ബേസിക്കലി. കാരണം നമ്മൾ ആ അവബോധത്തിലേക്ക് വരുന്നവരെ നമ്മളെല്ലാം ശൂദ്രരാണ്. അപ്പൊ അർജുനനെ അങ്ങനെ പൈതൃക ശ്രേഷ്ഠത നഷ്ടപ്പെട്ടവനായി കാണാൻ കൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. തന്റെ ആത്മസുഹൃത്താണ് അർജുനൻ. തേരാളിയായിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തെ നേരിട്ട് നയിക്കും. ഈ മേന്മകളെല്ലാം ഉണ്ടായിട്ട് അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ദുഷ്കൃത്യകരമായ ഒരു പ്രവൃത്തിയായി. എന്താണ് ഇവിടെ പർപ്പറ്റിൽ അത് പറയണെന്ന് വെച്ചാൽ, ഈ ശ്ലോകം കൊണ്ട് ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് കൃഷ്ണൻ പറയണെന്ന് വെച്ചാൽ, എവിടെയാണ് അർജുനൻ നിൽക്കുന്നത്? ആരുടെ അടുത്താണ് നിൽക്കുന്നത്? അർജുനൻ നിൽക്കുന്നത് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡിന്, അതായത് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ആദി ദൈവത്തിന്റെ അടുത്ത് തന്നെയാണ് അർജുനൻ നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഇത്രയും ബെസ്റ്റ് ഒരാൾ തേര് വരെ ഓടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നിട്ട് ഇദ്ദേഹം സ്വന്തം ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചരിത്രം എന്ന് ആലോചിച്ച് നോക്കുക. അതായത് അർജുനന് കൃഷ്ണന്റെ അടുത്ത് നിന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൈം ഡ്യൂട്ടി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്. ഭഗവാൻ ഇച്ഛിക്കുന്നത് നടപ്പിലാക്കാൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? പിന്നെ നമ്മളൊക്കെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നത് ഇല്ലല്ലോ. നമ്മൾ ഭഗവത്ഗീത ഫോളോ ചെയ്യില്ല. നമ്മൾ പറയും അർജുനൻ ഭഗവാന്റെ അടുത്ത് നിന്നിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഞാൻ എന്തിനാ ഇത് വായിക്കുന്നത്, എനിക്ക് ഒട്ടും പറ്റില്ല അല്ലേ. അപ്പൊ അതാണ് അത്. അങ്ങനെ യുദ്ധത്തിൽ നിന്ന് അർജുനൻ പിന്മാറുകയാണെങ്കിൽ അത് ദുഷ്കീർത്തികരമായ ഒരു പ്രവൃത്തിയായിരിക്കും. അത് നമുക്ക് കീർത്തി നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ മൊത്തത്തില് നമുക്ക് ഇപ്പോ നമ്മളിത് പറയുമ്പോൾ പലർക്കും നമുക്കൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ്. അർജുനൻ ശരിയല്ല, എന്തിനാണ് അർജുനൻ യുദ്ധം ചെയ്യിപ്പിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും എല്ലാവരും. കാരണം പക്ഷെ അത് നമുക്ക് ക്രമേണ മനസ്സിലാവും എന്താണ് ആ യുദ്ധം എന്താണെന്ന് വെച്ചാൽ. കാരണം നമ്മൾ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയാമോ? ഗോ ആൻഡ് കമ്മിറ്റ് സൂയിസൈഡ്.
ഇന്നത്തെ കലിയുഗത്തിൽ പറയുകയാണെങ്കിൽ അതിന് അർത്ഥം എന്താണെന്നറിയോ? അതായത് എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, തൂങ്ങുക എന്നാണ് അർത്ഥം. അർജുനൻ തൂങ്ങണോ? വേണ്ട അല്ലെ? അർജുനൻ തൂങ്ങാൻ പാടില്ല. നമ്മൾ തൂങ്ങി എനിക്ക് ആരും ഇഷ്ടപ്പെടുന്നില്ല. സെയിം അതാണ് സിറ്റുവേഷൻ. നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മള് യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ അർജുനന്റെ ആ ഒരു പർട്ടിക്കുലർ, നമ്മുടെ ഇപ്പൊ ഇസ്രായേൽ വാറെന്നും അല്ല ചിന്തിക്കുന്നത്. ഇതൊരു യുദ്ധമാണ്, നമ്മുടെ ലൈഫ് തന്നെ ഒരു യുദ്ധമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ സിറ്റുവേഷനിൽ ഭഗവാൻ അവിടെ ഒരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുകയാണ്. ആ സൊല്യൂഷൻ കൊണ്ടാണ് മൊത്തം ഹ്യൂമൻ അല്ലെ, ആ മാൻ കൈൻഡ് മുഴുവൻ രക്ഷപ്പെടുന്ന ഈ ഒരു ഉപദേശത്തിന് 700 ശ്ലോകത്തിലാണ് രക്ഷപ്പെടുന്നത്. നമുക്ക് എല്ലാത്തിന്റെ സൊല്യൂഷൻ ഇതിനകത്ത്. അപ്പൊ നമ്മള് അങ്ങനെ മൈൻഡ് പോകുന്നുണ്ടെങ്കിൽ മൈൻഡിനെ ഒരു കടിഞ്ഞാണിട്ട് പറയുക, എനിക്ക് ബാക്കിയും കൂടി ആവുമ്പോഴേ എനിക്ക് മുഴുവൻ മനസ്സിലാവുള്ളൂ എന്നുള്ളത് മനസ്സിനോട് പറയാം. അല്ലെങ്കിൽ പെട്ടെന്ന് ആ മൈൻഡ് എങ്ങനെ നിൽക്കും നമ്മുടെ. അർജുനൻ പറയുന്നത് സത്യമില്ല, എന്തിനാണ് കൃഷ്ണൻ ഇങ്ങനെ ഇന്റർഫിയർ ചെയ്തിട്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തോന്നും നമുക്ക്. പക്ഷെ അത് ആവശ്യമാണ്. അതാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് എന്തായി മാറും? അത് ഡീഫെയിമാവും, അത് ഒരു ദുഷ്കീർത്തികരമായ ഒരു പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത് നിനക്ക് നിന്റെ ക്യാരക്ടറിന് ഇത് യോജിച്ചതല്ല എന്ന് പറയുന്നത്. നൈത തൊയ്യുവ പദ്യത എന്ന് പറയും. നിനക്ക് ഇത് നോട്ട് മാച്ചിങ് വിത്ത് യുവർ ക്യാരക്ടർ എന്ന് പറയും. ഇനി വേറെ കാര്യം ഇവിടെ പറയുന്നത് വെച്ചാൽ, അർജുനന്റെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ വാദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകത്തിൽ അത് വരുന്നുണ്ട്. ബഹുമാന്യനായ ഭീഷ്മരോടും മറ്റു ബന്ധുക്കളോടും മഹത്വപൂർവ്വ സമീപന രീതി മുൻനിർത്തിയാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയാം. ശരിയാണ് അല്ലെ? അവരെല്ലാം അതിൽ യാതൊരു തെറ്റുമില്ല, അത് കൃത്യമാണ്. പക്ഷേ ഈ ഭഗവാൻ അതിനെ എന്ന് പറയുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. ക്ഷുദ്രം എന്ന് വെച്ചാൽ നിസ്സാരമാണ്, നിസ്സാരം. അതായത് ഭഗവാൻ നമ്മളിത് ഏറ്റവും അല്ലെ, ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലൊക്കെ എടുത്തു കഴിഞ്ഞാല് ചെറിയൊരു വാക്കിന്റെ പുറത്തൊക്കെ ആൾക്കാർ തമ്മിൽ വഴക്കൊക്കെ ഇടും അല്ലെ. അത് എന്നാലും എന്നോട് അത് പറയരുതായിരുന്നു എന്നൊക്കെ പറയും ഒരു വാക്കില്. അപ്പൊ അത് മിക്കവാറും സെന്റിമെന്റൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ഒരുപാട്. അതായത് അവിടെ എല്ലാം പറഞ്ഞാൽ ആ ഹൃദയ ദൗർബല്യം. അപ്പൊ അത് ക്ഷുദ്രം എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ പറഞ്ഞ നിന്റെ നിസ്സാരമായ, അതായത് ഇല്ല എന്റെ മുത്തച്ഛൻ, എന്റെ ദ്രോണാചാര്യര്, എന്റെ ബന്ധുക്കൾ, അവരെയൊക്കെ ഞാൻ കൊല്ലാന്ന് പറഞ്ഞ കൃഷ്ണ, നീ അത് മാത്രം പറയുന്നത്, അത് എന്റെ ഹൃദയത്തില് കൃഷ്ണൻ പറയാണ് അർജുന നിസ്സാരം, നീ വിട്ടുകളയത്, അതൊക്കെ നിസ്സാരം, നീ എനിക്ക് ഉത്തിഷ്ഠ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അത് നിസ്സാരമാണ് ഭഗവാൻ. അപ്പൊ എന്തുകൊണ്ട് പറയുന്നു നമ്മൾ കാണും എന്താന്നുള്ളത് കാര്യം. അതാണ് ഒരു കാര്യം. ഇനി വേറെ കാര്യം കൂടി പർപ്പട്ടി പറയും. ഇത്തരം കപട മഹാമനസ്കത പ്രാമാണികന്മാർ മഹാമനസ്കത, അതായത് അത് കാപട്യം എന്നാ പറയുന്നത്. ഇതൊരു റിയൽ ഫാക്റ്റ് ആട്ടോ. അത് നമ്മൾ അറിയാതെ നമ്മൾ ലൈഫിൽ ചെയ്യുന്നവരാണ്, അറിയാതെ നമ്മൾ ചെയ്യും. നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഈ രണ്ട് തരത്തിൽ നമ്മൾ ബഹുമാനിക്കും, ശ്രദ്ധിച്ചറിയാൻ പറ്റും. എല്ലാവരും സെൽഫ് അനാലിസിസ് ആണ്, മറ്റൊരാളെ അല്ല ചൂണ്ടുന്നത്, ഞാൻ എന്നെ പറ്റിയ പറയാം. അതായത് നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ സ്വയം ചിന്തിച്ചു നോക്കുക. നമ്മൾ അയാളോട് പറയും അയ്യോ ഭയങ്കര ഇങ്ങനെ വണങ്ങി ബഹുമാനിക്കും. പക്ഷെ രണ്ട് രീതിയിലാണ് ബഹുമാനം നടക്കും. ഒന്ന് റിയലി മനസ്സാ വാചാ കർമ്മ നമ്മൾ ബഹുമാനിക്കും. ഒന്ന് പുറമെ നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ബഹുമാനിക്കും. ശരിയോ തെറ്റോ? ശരിയല്ല, പക്ഷെ ഉള്ളില് ആ ബഹുമാനം ഉണ്ടാവില്ല. ഇവിടെ ഈ ബഹുമാനത്തെ ഭഗവാൻ ആ രണ്ടാമത് പറഞ്ഞ രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്റെ ബഹുമാനം അതെന്റെ അർജുന അറിയാണ്ടാണത്, പക്ഷെ അത് കപടമാണെന്നാണ് പറയുന്നത്. ആ മഹാമനസ്കത അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കൃഷ്ണൻ. അത് കാരണം ഡ്യൂട്ടി ഫസ്റ്റ്. ഒരു ഡ്യൂട്ടി, ഒരു സിറ്റുവേഷൻ വളരെ ഒരു ഇത്രയും ഒരു എന്താ പറയണേ, ഇങ്ങനെ ഒരു വാർ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കാണിക്കേണ്ട സമയമല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭഗവാൻ അവിടെ പറയുന്നത്. അഹിംസാ തത്വം, ഈ കപട മഹാമനസ്കത കൃഷ്ണന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം അർജുനനെ പോലുള്ള വ്യക്തി പാട് ഉപേക്ഷിക്കും. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ അഹിംസ ഒന്നുമല്ല പറയേണ്ടത്, നീ നിന്റെ ഡ്യൂട്ടി ആണ് ചെയ്യേണ്ടത് ഇവിടെ പറയുന്നു. ഇപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ശ്ലോകത്തിന്റെ കൺക്ലൂഷനിൽ നമ്മൾ ഒരു ടേക്ക് അവേ പോയിന്റ് നമ്മൾ വിചാരിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, രഥത്തിൽ എങ്ങനെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത് അതുപോലെയാണ് നമ്മൾ ഹൃദയത്തിൽ പരമാത്മാ രൂപേണ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, പരമാത്മാവായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ആ പരമാത്മാവ് പറയുന്നത് കേൾക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണ്. ശരിയല്ലേ? എന്നാലേ ഈ രഥം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട അത് തന്നെ. അപ്പൊ അർജുനനെ അതിലേക്കാണ് ഭഗവാൻ കൊണ്ടുവരുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രഥം എന്ന് പറയുന്നത് നമ്മളായിട്ട് തന്നെ വിചാരിക്കുക. ആ രഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്.
ആ രഥം മുന്നോട്ട് നേരെ രീതിയിൽ ഭഗവാന്റെ കൂടെ തന്നെ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ വഴി അത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും പേടിക്കാം. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, നമ്മുടെ ചിന്തകളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. പക്ഷെ അവിടെ നമ്മൾ ഭഗവാനെ ഫൈനലി നമ്മൾ അനുസരിക്കേണ്ട ആവശ്യം. പക്ഷെ അത് അനുസരിക്കണമെങ്കിൽ നമ്മളുടെ കോൺഷ്യസ്നെസ് ലെവൽ ആ ലെവലിൽ വന്നാൽ മാത്രമേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് അനുസരിക്കാൻ പറ്റും. അപ്പൊ ആ കോൺഷ്യസ്നെസ് ലെവൽ വരുത്താനാണ് നമ്മൾ ഇതെല്ലാം ഈ ശ്രമങ്ങൾ ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് വരണം. അർജുനനും അതിലേക്ക് വരും. ഫൈനലി ആ ഫ്രീഡം കൊടുക്കും, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ഈ ശ്ലോകത്തിന്റെ ഒരു സമ്മറി ചുരുക്കി പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകും, കുറച്ചുകൂടി അടുത്തൊരു ലെവലിലേക്ക് പോകും. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ശ്ലോകം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഇത്ര 2 ഡോസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അർജുനൻ പ്രതികരിച്ചു. അർജുനൻ പറയാണ്, ശ്ലോകം 4, അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന പൂജാർഹാവരിസൂദന. അർജുന ഉവാച കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അർജുന ഉവാച കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. കഥം ഭീഷ്മഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. ഹരേ കൃഷ്ണ. വേർഡ് മീനിങ് വായിക്കാം ഒരുമിച്ച്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അരിസൂദന ശത്രുഞ്ജയനായ മധുസൂദന അല്ലയോ മധുസൂദന, അഹം ഞാൻ, സംഖ്യേ യുദ്ധത്തിൽ, കഥം എങ്ങനെ, പൂജാർഹൗ പൂജാർഹരായ, ഭീഷ്മം ഭീഷ്മരെയും, ദ്രോണം ച ദ്രോണരെയും, ഇഷുഭി ഇഷുക്കളെ ചരങ്ങളെ കൊണ്ട്, പ്രതിയോത്സ്യാമി എതിരിടും. വിവർത്തനം വൈചല പ്രഭാച. അർജുനൻ പറഞ്ഞു, ശത്രുനാശകനായ അല്ലയോ മധുസൂദന, പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ളവർക്കെതിരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളാൽ തിരിച്ചടിക്കും? അപ്പോ അർജുനൻ മിണ്ടാതിരുന്നില്ല, കണ്ടോ അല്ലെ? പ്രതികരിച്ചു. അപ്പൊ ഭഗവാനാണ് പറയുന്നത്, ഞാൻ എന്നാ അങ്ങനെയല്ല, അർജുനൻ പ്രതികരിക്കുന്നുണ്ട്, അർജുനൻ സംസാരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആയിരിക്കണം. നമുക്ക് അത് മനസ്സിൽ നമുക്കതിനൊരു ക്ലാരിറ്റി കിട്ടുന്നവരെ നമ്മളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ച്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? ഇപ്പൊ നമുക്കൊരു കാര്യം, ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടി, അത് നമുക്ക് ആക്ട് ചെയ്യണം. ബട്ട് ഇഫ് യു ആർ നോട്ട് ഫുള്ളി കൺവിൻസ്ഡ്, അല്ലെ, ഇപ്പൊ നമുക്കത് ചെയ്യാൻ, നമുക്ക് മുഴുവനായിട്ട് നമുക്ക് മനസ്സിലായില്ല. കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും വ്യത്യാസമാണ്. മനസ്സിലാകുക അല്ല, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുക എന്നല്ല എന്റെ മലയാളം, മനസ്സിലാകണം. അപ്പൊ മനസ്സിലായി അതിൽ നമുക്ക് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ആയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, അല്ലെ? അതാണ് അർജുനൻ ചെയ്തത്. എന്താണ് ഭഗവാൻ
പറയുന്നെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. ഇവിടെ ഇവിടെ അർജുനൻ പറയുന്നത് എന്താ വെച്ചാല്, ശരി പറയുന്നു, ഞാൻ ഇത് എൻ്റെ ക്ഷുദ്രം ഹൃദയദൗർബല്യം, അത് വളരെ നിസ്സാരമായ അല്ലെ, നിസ്സാരമായ കാര്യമാണ് ഈ കമ്പാഷൻ, എന്നൊക്കെ വിട്ടിട്ട് നീ എണീക്കൂ എന്നൊക്കെ പറഞ്ഞു. കൃഷ്ണ അർജുനൻ ചോദിക്കുകയാണ്, ഒരു ഡയലോഗ് പോലെ ചിന്തിച്ചു നോക്കുക. കൃഷ്ണൻ ഇത് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഭീഷ്മര ദ്രോണരൊക്കെ കഥം ഭീഷ്മ അഹം സംഖ്യ, അതായത് ഇവരെല്ലാം വളരെയധികം പൂജാർഹരാണ്. എന്ന് വെച്ചാൽ അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ കാൽക്കല് പൂവിട്ട് തൊഴുവേണ്ട ആളാണ് ഞാൻ. കാരണം എൻ്റെ പിതാമഹനാണ്, ദ്രോണരന്റെ ആചാര്യനാണ്, എന്നെ ഇങ്ങനെ ആക്കിയെടുത്ത അദ്ദേഹം. ഇങ്ങനെ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. രണ്ട് പ്രയോഗം ഇവിടെ അർജുനൻ കുറച്ച് ഇനി 6-7 എത്തുമ്പോൾ അർജുനന്റെ മനസ്സ് മൊത്തത്തില് 6ാമത്തെ ശ്ലോകത്തില് എന്താ പറയണെന്ന് അർജുനന് അല്ലാത്തൊരവസ്ഥ വരിക. 7ാമത്തെ ശ്ലോകത്തിലാണ് സറണ്ടർ ചെയ്യുന്നത്, കർപ്പണ്യ ദോഷ ശ്ലോകം. അപ്പോൾ നമ്മൾ അതിലേക്ക് അടുക്കുക. അപ്പൊ നമ്മളത് മനസ്സിലൊന്ന് ആലോചിച്ചോണ്ട്, ഇത് വെറുതെ വായിക്കുകയല്ല, ആ സിറ്റുവേഷൻ ആലോചിക്കുക. കാരണം അർജുനന്റെ സിറ്റുവേഷൻ ആലോചിക്കുക. കുരുക്ഷേത്ര ഭൂമിയിൽ നമ്മളിപ്പോ ഇവിടെ നല്ല ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് അല്ലെ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ബന്ധവുമില്ല ആ സിറ്റുവേഷന്. ഇത് അങ്ങനെയല്ല, ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ ഇപ്പുറത്ത്, അത്ര ആന, കുതിര, തേര്, ആൾക്കാരുടെ ബഹളം, ശംഖുവിളി, അത് അപ്പുറത്ത്, അതുപോലെ ഇങ്ങനെ ആരവം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അർജുൻ അല്ലെ. അപ്പൊ അറിയാം, വാളെടുത്താൽ അല്ലെ വില്ലെടുത്താൽ പിന്നെ തുടങ്ങുന്നത് എന്ന് തീരുന്ന അറിയാൻ പറ്റാത്തൊരു യുദ്ധമാണ് തുടങ്ങുന്നത്. എത്ര പേര് കൊല്ലപ്പെടും, എല്ലാവരും കൊല്ലപ്പെടും, എന്തൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ആ ഒരു മാനസികാവസ്ഥയിലാണ് അർജുനൻ നിൽക്കുന്നത് ആലോചിക്കുന്നത്. അവിടെ നിന്നിട്ട് അർജുനൻ പറയുകയാണ്. അപ്പൊ അർജുനന്റെ മനസ്സിങ്ങനെ ആകെ ഒലയുന്നുണ്ട്. അപ്പൊ ആദ്യം അർജുനൻ ഇവിടെ 2 രീതിയിലാണ് ഭഗവാനെ വിളിക്കുന്നത്. അത് ശ്രദ്ധിച്ചോ. മധുസൂദൻ ആദ്യം തന്നെ വിളിക്കുന്നു, മധുസൂദന എന്നാ വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ശ്ലോകം മുന്നേ മധുസൂദന എന്ന് ഭഗവാനെ വിളിച്ചു അല്ലെ. മധുസൂദന എന്ന് വിളിച്ചാൽ, മധു എന്ന് പറഞ്ഞ ഒരു അല്ലെ, മധുവും കൈടവനും അല്ലെ, അവര് വേദം, ബ്രഹ്മാവിന്റെ വേദം മോഷ്ടിച്ചവരാണ്. അപ്പൊ അതിന് ആ മധുവിനെ, ഈ കൈടവനെയും ഭഗവാൻ വിഷ്ണു രൂപത്തിൽ വന്നിട്ട് വധിക്കുന്നുണ്ട്. അപ്പൊ ആ മധുവിനെ വധിച്ചത് കൊണ്ട് മധുസൂദനൻ എന്നൊരു പേര് ഭഗവാനുണ്ട്. അപ്പൊ ആ ഉദ്ദേശത്തിലാണ് വീണ്ടും ഇവിടെ മധുസൂദന എന്ന് അർജുനൻ പറയുന്നത്. അതായത് ഈ മധുവിനെ വധിച്ച, അസുരനായ മധുവിനെ വധിച്ച മധുസൂദന എന്നുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അതൊന്ന്. രണ്ടാമത്തെ ഒരു പ്രയോഗം എന്താണെന്ന് വെച്ചാല്, പൂജാർഹ വരിസൂദന. അവിടെ അരിസൂദനാണ്. പൂജാർഹമായവരെ ഞാൻ കൊല്ലുന്നത് എങ്ങനെയാണ്? അരിസൂദന എന്നാണ് പറയുന്നത്. ഇതെന്താന്ന് വെച്ചാല്, ഇങ്ങനെ നമുക്ക് അതിനെ ആലോചിക്കാം. അതായത് ഇപ്പോ ഈ ഭഗവാനെ ഇങ്ങനെ പറയാണ്, അവര് പൂജാർഹരാണ്, അവരെ കൊല്ലാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പറയുണ്ടാവും, നീ പൂജാർഹരാന്ന് പറയുന്നവരൊന്ന് നോക്കിയ, ഇനി ഒന്ന് അങ്ങോട്ട് എത്തി നോക്കി അവിടെ എന്താ സംഭവിക്കുന്നത്. അവിടെ ശംഖക്കൂതി നല്ല വിറച്ച് നിൽക്കുകയാണ് ഭീഷ്മര്. ഇപ്പൊ വാളെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ദ്രോണര് അതുപോലെ നിൽക്കുക. നീ പൂക്കളുമായിട്ട് ചെന്നാൽ നിന്റെ തല അവര് വെട്ടി മാറ്റി. അവര് നിൽക്കുമ്പോൾ നോക്ക് നീ എന്ന് കൃഷ്ണൻ പറയുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അർജുനൻ പറയുന്നുണ്ടാവും, അല്ല പക്ഷേ അവര് അത്രയും ഉയർന്നവരാണ്, അവരങ്ങനെ വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ ഞാൻ എങ്ങനെ അവരെ കൊല്ലും? അതെനിക്ക് പറ്റില്ല. പക്ഷെ നീ മധു എന്ന അസുരനെയൊക്കെ കൊല്ലുന്ന ആളല്ല, നിനക്ക് ചിലപ്പോൾ പറ്റും, എനിക്കത് പറ്റില്ല എന്നുള്ള ഇതാണ് അവിടെ പറയുന്നത്. അപ്പോ ചിലപ്പോ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവും, ഈ മധുസൂദന എന്ന് വിളിച്ചപ്പോ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവും, ഒരു ആചാര്യൻ ഇതിൽ നിന്നുള്ളതാണ് വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ കില്ലർ ഓഫ് മധു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ വേറൊരു ഇതുണ്ട്, കൃഷ്ണന്റെ കുലം ഏതാണെന്നറിയോ? ഏത് കുലത്തിലെയാണ് കൃഷ്ണൻ എന്നറിയോ? വൃഷ്ണി കുലമാണ്. വൃഷ്ണി. ആ വൃഷ്ണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുത്തച്ഛനാണ്. അതായത് ഉഗ്രസേനന്റെ ഒക്കെ അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ വൃഷ്ണി കുലമാണ്. അപ്പൊ അതിനകത്ത് ഈ വൃഷ്ണി കുലത്തില്, ആ വൃഷ്ണിയുടെ പേരിൽ നിന്നാണ് അത് വരുന്നത്. അപ്പൊ ആ വൃഷ്ണി കുലത്തിലെ വൃഷ്ണിയുടെ അച്ഛന്റെ പേര് മധു എന്നാണ്. ഈ കൃഷ്ണനെ ഇങ്ങനെ കളിപ്പിക്കുന്ന പരിപാടികളൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടാവും, ഈ മധുസൂദന എന്ന്. അതാണ് കൃഷ്ണന് നമ്മൾ മാധവ എന്ന് പറയുന്നില്ലേ. അപ്പൊ മാധവ എന്ന് പറയുന്ന 2 റീസൺ ഉണ്ട്. അതായത് ഒന്ന് നമ്മൾ പറയും മാധവിയുടെ ഹസ്ബൻഡാണ് അല്ലെ. മാധവി ആരാണ്? ലക്ഷ്മി ദേവിയുടെ ഹസ്ബൻഡാണ് മാധവൻ. അതുപോലെ തന്നെ
ഇതും അറിഞ്ഞിരിക്കണം, വൃഷ്ണി കുലത്തിലെ വൃഷ്ണിയുടെ പിതാവായ മധു ആ പരമ്പരയിൽ വരുന്നതുകൊണ്ടും മാധവ എന്ന് പറയും. അപ്പൊ രണ്ട് രീതിയിലാണ് കൃഷ്ണന് മാധവ. അപ്പോ ഈ മധുസൂദന എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അതെ ഞാൻ മധുസൂദനാണ്, കാരണം എന്റെ കുലം മധുവിന്റെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ അർജുനൻ തിരുത്തുന്നതാണ് അരിസൂദന. അതെന്താണ് പ്രയോഗം എന്ന് വെച്ചാൽ, മധുസൂദനനെ അരിസൂദനാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാല് ശത്രുഞ്ജയന, അതായത് ഇല്ല നീ മധുസൂദനൻ എന്നൊക്കെ കൃഷ്ണൻ ചിലപ്പോൾ അതിനെ ഖണ്ഡിച്ചിട്ടുണ്ടാവാം. അപ്പൊ പറയാണ് നീ അരിസൂദന എന്ന് രണ്ടാമത്തെ ലൈനിൽ തന്നെ പറയും. കൃഷ്ണന്റെ ഇടയ്ക്കേറി സംസാരിക്കുന്നുണ്ടാവും, അർജുനൻ പറയുമ്പോൾ കൃഷ്ണൻ ഇടയ്ക്കേറുന്നുണ്ടാവും. അപ്പോ അതാണ് രണ്ടാമത് പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ സിറ്റുവേഷൻ, കാരണം ഒരാൾ പതറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്, മനസ്സിലായി? ആ പതറി നിൽക്കുന്ന അർജുനൻ പല രീതിയിൽ ഭഗവാനെ വിളിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ കൃഷ്ണന്റെ അവിടെയുള്ള റെസിപ്രൊക്കേഷൻ ആണ്. മനസ്സിലായില്ലേ? കൃഷ്ണൻ ഇത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കല്ല, കൃഷ്ണൻ പലതും അവിടെ പറയുന്നുണ്ടാവും, ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മധുസൂദന എന്ന് വിളിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ ആണ്. അതിനകത്ത് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ മധുസൂദനൻ എന്ന് വെച്ചാൽ മധു എന്ന അസുരനെ കൊന്നവൻ മാത്രമല്ല, വൃഷ്ണി കുലത്തിലെ വൃഷ്ണിയുടെ പിതാവായ മധുവിന്റെ പരമ്പരയിൽ വന്നുകൊണ്ടും ആ പേര് വരും. അപ്പൊ മാധവ എന്ന് പറയുന്നതിന് രണ്ട് പേരുണ്ട്, മധുസൂദന എന്ന് പറയുന്നത് ആ രണ്ട് രീതിയിലാണ് വരാം, അതാണ് പറയുന്നത്. അപ്പോ അതൊരു കാര്യമാണ്. പിന്നെ വേറെ നോട്ടെ, യെസ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ടേക്ക് അവേ പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ പോലും അർജുനൻ സമ്മതിക്കുന്നില്ല, അല്ലെ? ഞാൻ എങ്ങനെ അവരെ തിരിച്ചടിക്കും? പർപ്പട്ടി പറയുന്നുണ്ട്, ഇങ്ങോട്ട് എതിർത്താലും അവർക്കെതിരെ തിരിച്ചടിക്കാൻ പാടില്ല. ഗുരുജനങ്ങളോട് വാക് സമരത്തിൽ പോലും ഏർപ്പെട്ടിരുന്നാണ് സാമാന്യ മര്യാദ. ഇത് വേദിക് കൾച്ചറാണ്. ആ ഒരു ഒറ്റ ലൈൻ കോട്ട് ചെയ്തതിന് വേദിക, അതായത് നമ്മുടെ തലയ്ക്ക് മുതിർന്നവരോടും ഗുരുക്കന്മാരോടും നമ്മൾ എന്ത് രീതിയിലും ഒരു വാക് കയർക്കത്തിന് പോകാൻ പാടില്ല. ഇവിടെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ പോയിന്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് മീ. അതായത് അടുത്ത ലൈൻ വായിച്ചാൽ അവർ ചിലപ്പോൾ പരുഷമായി പെരുമാറിയേക്കാം, എങ്കിലും തിരിച്ച് അങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ അർജുനൻ അവരുടെ നേർക്ക് എങ്ങനെ പെരുമാറാൻ പോലും പാടില്ല, പിന്നെ എങ്ങനെ അമ്പയും. ഇവിടെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, തന്റെ പിതാമഹനായ ഉഗ്രസേനയോ ഗുരുവായ സാന്ദീപനി മുനിയെയോ എതിർക്കാൻ കൃഷ്ണ തുനിയും. ആ പ്രഭാതന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല്, അർജുനൻ ചോദിച്ചിട്ടുണ്ടാവേ, കൃഷ്ണ നീ കുറച്ചു നേരമായല്ലോ എന്നോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ വിട്, നിന്റെ മനോദൗർബല്യം വിട്, നിന്റെ കമ്പാഷൻ വിട്, ഇതാ അവരെ ഭീഷ്മരൊക്കെ വാളും കൊണ്ട് നിൽക്കുകയാണ്, നീ ചെന്ന് അവരെയൊക്കെ തകർക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങയുടെ ഗുരുവായ സന്ദീപനി മഹർഷി, അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ ഉഗ്രസേന മഹാരാജ് ഇപ്പൊ ഇതുപോലെ അവിടെ നിൽക്കുകയാണ് വാള് പിടിച്ചിട്ട്, കൃഷ്ണൻ പോയി അവരെ വെട്ടിക്കൊല്ലു ചോദിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ ആ ഹിന്റ് വരുന്നത് പർപ്പറ്റിൽ. കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അതായത് മറുചോദ്യമാണ്, ഭഗവാനോട് മറുചോദ്യമാണ് ചോദിക്കുന്നത്. കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോലും, കാരണം നമുക്ക് കൺവിൻസ് ആവുന്നവരെ നമ്മൾ ചോദിക്കും. ഇപ്പോ ഇത്തരം വാദമുഖങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോഴും നമ്മൾ ഇതിൽ നിന്ന് ഇതുവരെ കഴിഞ്ഞ ഈ 3, 4 ചേർത്ത് ഇതുവരെയുള്ള നമ്മളിപ്പോ കമ്പാഷൻ കണ്ടു, അല്ലെ? ലോസ് ഓഫ് എൻജോയ്മെന്റിന്റെ കാര്യത്തിലും കണ്ടു, അവരില്ലാതെ നമുക്ക് ആഘോഷം വേണ്ട അല്ലെ എന്ന് പറഞ്ഞു. പാപചിന്ത വന്നു, കുലക്ഷയം പറഞ്ഞു. ഇവിടെ ഈ ഒരു വേദിക് കൾച്ചറിലുള്ള ഈ ഗുരുജനങ്ങളോട് വാക്സമരത്തിൽ ഏർപ്പെടാൻ പാടില്ല. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം, ഞാൻ അതിന്റെ എക്സാമ്പിൾ പറയുന്നു. നമ്മുടെ ലൈഫിൽ ഇതെങ്ങനെ നമ്മൾ എടുക്കണം എന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഗുരുജനങ്ങൾ ഉണ്ടാവും, അല്ലെ? നമ്മളെക്കാൾ മൂത്തവരായിരിക്കും, കോളേജിൽ സ്കൂളിൽ പഠിപ്പിച്ചവരോ ഏതിലും ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ പ്രായമുള്ളവർ. നമുക്ക് പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് നാച്ചുറലി സംഭവിക്കുന്നത്, വി ആർ കണ്ടീഷൻഡ് സോൾ, ബദ്ധ ജീവാത്മാക്കളാണ്, വി ആർ കണ്ടീഷൻ. ഈ കണ്ടീഷനിങ് നടക്കുന്നത് ഒരു സ്ലോയിൽ, നമ്മൾ ജനിക്കുമ്പോൾ ഈ കണ്ടീഷൻ പ്രോസസ് നടന്നിട്ടാണ്. ഈ 3 കാര്യങ്ങളാണ് എങ്ങനെയാണ് നമ്മൾ ഭൂമിയിലേക്ക്, നമ്മുടെ ആത്മാവ് ഒരു ബോഡിയിലേക്ക് വരുമ്പോൾ തന്നെ 3 കാര്യങ്ങൾ നമ്മളുടെ മേലെ ആക്ട് ആവും. എന്താണ്? 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ: മോഡ് ഓഫ് ഗുഡ്നെസ്, മോഡ് ഓഫ് പാഷൻ, മോഡ് ഓഫ് ഇഗ്നോറൻസ്. അതായത് സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 എണ്ണം നമ്മളിൽ ഇമ്പാക്ട് തുടങ്ങും ഫസ്റ്റ്. അതായത് എപ്പോഴാണോ നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുന്നത്, അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഡൂയിങ് പാപം കർമ്മം. നമ്മൾ പാപകർമ്മം എന്തായാലും ചെയ്യും. 100% നമ്മൾ അതിന്റെ പാപഫലം അനുഭവിക്കുകയും ചെയ്യണം. ഇത് നടക്കും.
ഇതിനകത്ത് ഒരു പ്രധാന കാര്യമാണ് ഈ വേദിക് കൾച്ചറില് ഈ ഗുരുജനങ്ങളെയും പ്രായമുള്ളവരെയും നിന്ദിക്കുക, വാക് കസർത്തൂല അവരോട് കാണിക്കാൻ പാടില്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതാ പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ വീട്ടിലാണെങ്കിൽ അമ്മയോ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് അവരെ അപേക്ഷിച്ച് എഡ്യൂക്കേഷനിൽ നമ്മൾ മുകളിലായിരിക്കും അല്ലെ. നമ്മൾ അവരെക്കാളും അവര് പണ്ടത്തെ ആൾക്കാരായി. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ജനറേഷൻ ഗ്യാപ്പ് നമ്മൾ വളരെ ലളിതമായിട്ട് വിളിച്ച് തള്ളിക്കളയുന്ന ഒരു സംഭവം നമുക്കൊരു പാപം ഉണ്ടാക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മളുടെ ഫ്രീക്വൻസിയിൽ അവർ മാച്ചായിട്ട് വരാത്തപ്പോൾ നമ്മൾ അവരെ കളിയാക്കുകയും അവർ പറയുമ്പോൾ അതിന് അവർക്ക് അവരുടെ ഫ്രീക്വൻസി നമുക്ക് പിടിക്കാണ്ട് വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് അതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഞാൻ അടക്കമുള്ള ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ഇവിടത്തുള്ള ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ അർജുനൻ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, അമ്പയ്യല് പോട്ടെ, അവരിത്ര അധർമ്മം കാണിച്ചിട്ടുള്ളവരാണ്. അടുത്ത ശ്ലോകത്തിൽ ഒന്നും കൂടി വരുന്നുണ്ടത്, ഭഗവാൻ പറയുന്നുണ്ട്. അതായത് ഈശ്വരി ചെയ്ത് എന്താ നമുക്കറിയാം, അവരെല്ലാം ന്യൂട്രലായിട്ട് നിന്നുണ്ട്. അപ്പൊ അവർ ശരിക്കും അധർമ്മ പക്ഷത്താണ് നിൽക്കുന്നത്. അർജുനൻ പറയുന്നതാണ് അവരായിക്കോട്ടെ, അവര് അധർമ്മപക്ഷത്ത് നിൽക്കട്ടെ, അവരെന്ത് വേണമെങ്കിൽ കാണിക്കട്ടെ, ദുര്യോധനെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവര് എന്റെ പിതാമഹനും ദ്രോണരുമാണ്. ഈ ഒരു സിറ്റുവേഷനിലെ പോലെ അർജുന അത് പറയുന്നു. ആ ക്വാളിറ്റിയാണ് നമ്മൾ ഇവിടുന്ന് എടുക്കേണ്ട ടേക്ക്. ഈ സമയത്ത് രാജ്യം വെട്ടിപ്പിടിച്ച് കൃഷ്ണന്റെ സഹായത്തോടെ പിടിക്കാവുന്ന അർജുനൻ അവിടെയും ധർമ്മശാസ്ത്രം ആ ലാസ്റ്റ് മിനിറ്റിൽ അപ്ലൈ ചെയ്യും. സോ അത് നമ്മുടെ ടേക്ക് അവേ ആണ് ഈ ശ്ലോകത്തിൽ. അപ്പൊ നമ്മള് ഒരു മനുഷ്യരായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ശ്ലോകത്തിൽ, ഇന്ന് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പം മുതൽ എത്ര വീട്ടിൽ പ്രായമുള്ളവരോ സൊസൈറ്റിയിൽ പ്രായമുള്ളവരോ എന്നെ എന്ത് പറഞ്ഞാലും, എന്നെ ഇൻസൾട്ട് ചെയ്താൽ പോലും ഞാൻ എതിർത്ത് അവരോട് പറയാം. കേട്ടാ ഇമ്പോസിബിൾ ആയിട്ട് തോന്നും, ബട്ട് യു ഹാവ് ടു പ്രാക്ടീസ്. നമ്മുടെ പ്യൂരിറ്റിയിലേക്ക് വരണമെങ്കിൽ, കോൺഷ്യസ്നസ് ലെവലിൽ നമുക്ക് ഹയർ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് വന്നേ പറ്റും. മോഡ് ഓഫ് പാഷന്റെയും മോഡ് ഓഫ് ഇഗ്നോറൻസിന്റെയും മോഡ് ഓഫ് ഗുഡ്നെസിന്റെയും മോഡിൽ വരണം എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു. ആ മോഡിൽ 3 ലെവലിൽ മോഡിൽ വരണമെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അല്ലെ. നമ്മളിത് അപ്ലൈ ചെയ്യേണ്ട ഒരു ആക്ഷനാണ് നമുക്ക്. അർജുനന്റെ കയ്യിൽ നിന്ന് നമ്മളത് പഠിക്കുകയാണ്. ബാക്കി കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കും, പക്ഷെ അർജുനൻ നമുക്ക് ആദ്യത്തെ ലെസൺ തരികയാണ്. അപ്പൊ ഇത്രയും ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പോലും അർജുനൻ അവരെ ധിക്കരിക്കാനോ അവർക്കെതിരായിട്ട് സംസാരിക്കുവാൻ പോലും പിന്നെ എങ്ങനെ അമ്പ് ചെയ്യും ഞാൻ കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. ആ ക്വാളിറ്റി നമ്മൾ അവിടെ കണ്ട് എടുക്കുക, അതാണ് നമ്മൾ ചെയ്യുക. ആ ക്വാളിറ്റി നമ്മൾ കാണിച്ചു തരാണ് ഭഗവാൻ അർജുനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സകല ശാസ്ത്രവും അപ്ലൈ ചെയ്യുക, നമ്മുടെ ആ പേഷ്യൻസ് കൊണ്ടുവരിക, നമ്മൾ മനസ്സിൽ ഇത് ഓർക്കുക. അർജുനൻ ഈ ഒരു യുദ്ധമുഖത്ത് നിന്ന് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് വിഴുങ്ങുക. അങ്ങനെ നമ്മൾ കുറച്ച് വിഴുങ്ങുമ്പോൾ നമുക്ക് ആ പേഷ്യൻസ് കൈവരും. നാച്ചുറലി നമ്മൾ അഡോപ്റ്റ് ആവും. നമ്മുടെ ഒരു നേച്ചറാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ആ നേച്ചറിലേക്ക് തന്നെ വരും. അത് നമ്മുടെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ നാച്ചുറലായിട്ട് അഡ്ജസ്റ്റ് ആവും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തൊക്കെ ആരിങ്ങനെ ബഹളം ഉണ്ടാക്കി പറഞ്ഞാലും നമ്മളവിടെ സ്റ്റഡി മൈൻഡ്, സ്ഥിതപ്രജ്ഞൻ ഈ വരും. നമ്മൾ ഇനി വരാൻ പോവാതിലേക്ക് ഇനി കുറേ അതിന്റെ ശ്ലോകം. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ നമുക്കൊരു എക്സസൈസ് ആണ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകത്തിൽ പോകണം. അടുത്ത ശ്ലോകം തുടങ്ങി കുറച്ചുകൂടി തിരിയാൻ തുടങ്ങും. അർജുനന്റെ മാനസികാവസ്ഥയും നമ്മുടെ മാനസികാവസ്ഥയും മാറാം. ഇന്നത്തേൽ എന്തെങ്കിലും ചോദിച്ചു? ഉണ്ട്. ഇല്ല, ഉണ്ടായിട്ടില്ല. കാരണം ഇത് വ്യത്യാസമുണ്ട്. കാരണം അത് രാജ്യത്തിനൊന്നും വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമല്ല. കാരണം അതൊക്കെ യുദ്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ യുദ്ധങ്ങളായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ വിരാട രാജ്യത്തെ യുദ്ധം ഒരു പ്രധാനമാണ്. അതുപോലെ തന്നെ അതിലാണ് അവർ എതിരായിട്ട് യുദ്ധം ചെയ്തത്. അല്ലാതെ അതിൽ ഒരുമിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട്. വിരാട രാജ്യത്തെ കാര്യത്തിലാണ് ഇവർക്കെതിരെ ഇവരെയൊക്കെ പറപ്പിച്ചു പറഞ്ഞത്, സുഖമായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച. പക്ഷെ ഇത് ആ യുദ്ധമല്ല എന്ന് അർജുനനും അറിയാം. കാരണം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഒരു കുറച്ച് ഗ്രൂപ്പാണ് അല്ലെ, കുറച്ച് പേര്. മൊത്തം രാജ്യം അപ്പുറത്ത് കൗരവരും പാണ്ഡവരും അങ്ങനെയല്ല. അവിടുത്തെ വിരാടത്തിലെ സൈന്യവും ഇവരും ദ്രോണ എല്ലാ പടയും വന്നിട്ടില്ല. ഇതങ്ങനെയല്ല. മൊത്തം ഭൂമിയിൽ തന്നെ 2 ഗ്രൂപ്പായി കഴിഞ്ഞു. എല്ലാവരും 2 ചേരിയിൽ വന്നു കഴിഞ്ഞു അല്ലെ. അത്രയും വലിയൊരു ഭീകര യുദ്ധമാണ് നടക്കണം. അപ്പൊ അർജുന ഇതിന്റെ അവസാനം എന്ന് പറയുന്നത്, അവസാനം എത്ര പേര്? 9 പേര് അങ്ങാണ്ട് അവസാനം അല്ലെ, 12 പേരെ അങ്ങാണ്ട് അവശേഷിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്ന അറിയാം. ഇതൊരു തീരുമാനമാണ്. അപ്പൊ ഇത് തന്നെയാണ് സത്യം പറഞ്ഞ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത്. കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് കുറെ കോറിലേറ്റ് ചെയ്താൽ
പലതരത്തിലായിട്ടുള്ള ഈ ബ്രാഹ്മണൻ ക്ഷത്രിയ